വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ അവിടെ കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിത്തെ പീസുകളാണ്, ചിക്കൻ വിങ്സിൻ്റെ ഭാഗം. ഇതിനെ കൊണ്ട് നമുക്കൊരു ലോലിപോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ എന്താ ഈ എന്താ ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ അടർത്തിയെടുക്കുക, കത്തി വെച്ചിട്ട്. ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ വേണ്ട, ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലെ ഇരിക്കും. കുറച്ച് ഭാഗം കൂടി ഇവിടെ ശരിയാക്കാണ്ട് നല്ല എല്ല് മാത്രം കാണിച്ചാൽ മതി. ഇതൊക്കെ കൊണ്ട് ഇറക്കിയെടുത്താൽ അതിൻ്റെ മേലിൽ നിന്ന് ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്താൽ മതിയേ. ഉണ്ടോ? ഭാഗത്ത് കുറച്ചും കൂടി ഉണ്ട്, ഇത് വേണ്ട, അത് കണ്ട് കളഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച പീസൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്താൽ മതിയേ. കണ്ടോ? ഇതൊക്കെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 8 പീസുണ്ട്, 10 പീസുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ തൈര് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം എന്നാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപ്പ് തൈര് ഇട്ട് വെക്കാം. ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഇതിനെ നമുക്കൊന്ന് തൈരിൽ മുക്കി വെച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ ഇത് പൊരിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴൊക്കെ തൈര് ചേർക്കുന്നത്, അതുപോലെ ഇതൊന്ന് ഇതേപോലെ ഒരു 1/4 മണിക്കൂർ ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതൊക്കെ മോരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് മോരിലിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിന് നമുക്ക് കുറച്ച് മസാല ചേർത്തെടുക്കാം. ഇത് ഒരു കോഴിമുട്ട, മൈദ, കോൺഫ്ലവർ, മുളക്, മഞ്ഞൾ, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചെടുത്തതാണ് ഇത്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നോക്കിയിട്ടേ ഇടാവുള്ളൂ, കാരണം നമ്മളിത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് മോരിലിട്ടിട്ടാണ് നമ്മളിത് വെച്ചത്. ഇപ്പോൾ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ്, സോയ സോസ്, ഇത് നമുക്കിതിൽ ചേർത്തെടുക്കാം. നന്നായി ചേർത്തെടുക്കാം. ഈ വെള്ളമൊക്കെ തുടച്ചെടുക്കണം, നല്ല ഇതുമ്പോൾ വെള്ളം ഉണ്ടാവും. ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം.
കുറച്ച് സമയം ഒന്ന് മൂടി കൊടുക്കുക, ഒരു 10-20 മിനിറ്റ് നേരം. നമുക്ക് കൂട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ പൊരിഞ്ഞ് അത് മുറിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊരിച്ച ചിക്കൻ ഇടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെളുത്തുള്ളി, ഇത് പച്ചമുളക്, ഇഞ്ചും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പച്ചമുളക് ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ചിലപ്പോൾ ചില സീസണിലേക്ക് കിട്ടും, നമ്മുടെ വീട്ടിലുണ്ടാക്കാം. ഇതൊന്നും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ മെഴുകി വന്നത് നമുക്ക് എടുക്കാം. ഇതിലേക്ക് 2 മണി ഇട്ട് കൊടുക്കാനുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് എല്ലാം നല്ലോണം ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് സോസ് എടുക്കാം. ഇത് ടൊമാറ്റോസ്, ഇത് സോയ സോസ്, കുറച്ച് വിനാഗിരി, വെള്ളം, ചേർക്കുക. കുരുമുളക്, ഉപ്പ് ആവശ്യമുള്ളത്, കുറച്ച് കോൺഫ്ലവർ കഴിച്ച് വെച്ചിട്ടുണ്ട്, അതിലൂടെ ഒഴിച്ച് വെക്കാം. നന്നായി ഒഴിച്ചെടുക്കുക. നമുക്ക് ചിക്കനിൽ വെക്കാം. വേഗം ഇട്ടെടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിട്ട്. നന്നായി ഇളക്കിച്ചേർക്കാം. ഒക്കെ ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്നും അവിടെ കിടന്നോക്കാം. ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ചിക്കൻ ലോലിപോപ്പ് 5 മിനിറ്റ് അഴിക്കട്ടെ. അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാതെ ഇങ്ങനെ വിളമ്പുമ്പോൾ ഇങ്ങനെ കുഴമ്പിയാൽ മതി. ഇതുപോലൊക്കെ വിളമ്പിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇതിങ്ങനെ തന്നെ വിളമ്പി കൊണ്ടുവച്ചാൽ മതി നമ്മൾ കഴിക്കുമ്പോൾ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇനിയിപ്പോൾ വൈറ്റ് വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുത്താലും മതി. എല്ലാം നല്ലപോലെയൊക്കെ ചെയ്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.